എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ അണ്ണൻ ഒരു ചെറിയ വർക്കിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് 3 മണിക്ക് കഴിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഓട്ടടയും തേയിലവെള്ളവും ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് പൊന്നപ്പൻ സ്കൂളിൽ പോയേക്കുക. ഇന്ന് ശനിയാഴ്ചയാ, പക്ഷെ അവരുടെ ആനിവേഴ്സറി. അന്നേരം ഇന്ന് പരിപാടിയൊക്കെ ഉണ്ട്, അതിന് പോയേക്കുക. ഉച്ചയ്ക്ക് വന്നായിരുന്നു, കൂട്ടുകാരികളൊക്കെ ഉണ്ടായിരുന്നു. 3 പേര് കൂട്ടുകാരികളും പിന്നെ ഒരു കൂട്ടുകാരിയുടെ അനിയത്തിയും ഉണ്ടായിരുന്നു. അവര് ചോറും കൊണ്ടൊക്കെയാ വന്നത്. വന്നിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് പോയി. പഞ്ചസാര, തേങ്ങയും ഗോതമ്പ് പൊടി എല്ലാം ചേർത്താണ് ഇതിനകത്ത്. പിന്നെ ഇലക്കകത്തി ഗോതമ്പ് പൊടി പരത്തിയിട്ട് അതിനകത്ത് തേങ്ങയും പഞ്ചസാരയും കൂടെ വെച്ചാണ് ഇതിന്റെ പേര് ഓട്ടട. ഇനി ഇതിന്റെ മണ്ടയ്ക്ക് ഒരു പാത്രം വെക്കണം. ഞാൻ പാത്രം എടുത്തോണ്ട് വന്നില്ല. പിന്നെ മണ്ടയ്ക്ക് ഭാരമുള്ള പാത്രമൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ഒരു സ്റ്റീലിന്റെ പാത്രം വെച്ചത്. ചെറുതായിട്ട് തീയരിക്കുക, അല്ലെങ്കിലേ കരി. ഓട്ടട റെഡിയാക്കിയിട്ട് വേണം തേയിലവെള്ളം ഇടാൻ. തേയിലവെള്ളം ഓട്ടടയും കൂടെ ഇന്ന് വൈകിട്ടത്തെ ആഹാരം. ഒന്നൻ അവിടെ പടം വരച്ചോണ്ടിരിക്കുക. ഞാനിവിടെ ഓട്ടടയും തേയിലവെള്ളവും ശരിയാക്കുന്നു. ഇലയപ്പം ശരിയായിട്ടുണ്ട്. തേയിലവെള്ളം അടപ്പേ ഇരിക്കുക. തിളയ്ക്കുമ്പോൾ തേയില ഇടണം. ഓട്ടടയും തേയിലവെള്ളം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഓട്ടട കരിഞ്ഞു പോയിട്ടുണ്ട്. ഒരു ഭാഗം കരിഞ്ഞു പോയി. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തീ ഇച്ചിരി കൂടിപ്പോയി. കരിഞ്ഞ വശം കഴിക്കാൻ അടിപൊളിയാ. കരിഞ്ഞ വശം കഴിക്കണ്ട. അതുകൊണ്ടൊരു വിഷമം. ഒരു വർക്കിലാണ്, ചെയ്തു തുടങ്ങിയതേ ഉള്ളൂ. നമ്മളെ ചെറിയ വിശേഷങ്ങൾ, ആർട്ടിസ്റ്റ് ആൻഡ് ഫാമിലിയുടെ ചെറിയ വിശേഷങ്ങൾ ഇല്ലേ, എന്നും ചെറിയ രീതിയില്ല. തേയിലവെള്ളം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ബൈ ബൈ. പറഞ്ഞേട്ടോ എല്ലാരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട്. ഓട്ടട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. അതല്ല, ഓട്ടട ഉണ്ടാക്കാനല്ലേ എല്ലാവർക്കും ഓട്ടട ഉണ്ടാക്കാൻ അറിയാവുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ല, ഇതിനിടയ്ക്ക് ഓരോരുത്തർ കമന്റ് ഇടും, ഓട്ടട ഉണ്ടാക്കുന്നതാണോ വീഡിയോ, വേറെ വല്ലതും ചെയ്തു കൂടായോ? കഴിഞ്ഞ പ്രാവശ്യം മുട്ട പൊരിച്ചു, പൊന്നപ്പനൊരു മുട്ട പൊരിച്ചു കൊടുത്തു അല്ലേ? അപ്പൊ ആ മുട്ട പൊരിച്ചു കൊടുത്തപ്പോ ഒരാൾ കമന്റ് ഇട്ടേക്കുക, നാണമില്ലേ നിങ്ങൾക്ക് മുട്ട പൊരിക്കാൻ? നിങ്ങൾക്ക് വല്ല ചിക്കൻ ബിരിയാണിയോ ബീഫ് ബിരിയാണിയോ ഒക്കെ എടുത്ത് കാണിച്ചു വിടായോ? അങ്ങനെയൊക്കെ. ഞാനൊരു വർക്കിലാണ്. ആർട്ടിസ്റ്റ് ആൻഡ് ഫാമിലി ഇതുപോലെ ചെറിയ വർക്കൊക്കെ ചെയ്യും ഇല്ലേ? അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കൂടെ ഉണ്ടാവണം അല്ലേ? ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, നാളെയൊക്കെ നല്ല വീഡിയോ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും
എന്തുവായിരുന്നു പറയാൻ വന്ന ഞാൻ പറഞ്ഞു. ഇത് കുറച്ചു ദിവസമായി പുതിയ അടുപ്പിൽ പാചകം ചെയ്തിട്ടില്. അതെ. എന്റെ ഇന്ന് ഞങ്ങള് വിചാരിച്ചു എന്നാ ഇന്ന് രേഖയോട് ഞാൻ പറഞ്ഞു 3 മണിക്ക് ഒരു ചായ എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ. അപ്പൊ അവള് പറഞ്ഞു ചേട്ടാ ഗോതമ്പൊടി ഇരിപ്പുണ്ട്. ചേട്ടാന്നല്ല എന്നെ വിളിക്കുന്നത്, അണ്ണാന്ന. അപ്പൊ അണ്ണ ഗോതമ്പൊടി ഇരിപ്പുണ്ട്, ഓട്ടട ഉണ്ടാക്കാം. എന്നാ പിന്നെ ഓട്ടടയെങ്കിൽ ഓട്ടട, പിന്നെ നല്ല കട്ടൻ. ഓക്കെ, ബൈ ബൈ എല്ലാവർക്കും. എല്ലാവർക്കും ബൈ.